ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എടുക്കാൻ പോകുന്നത് ടോൾ ഫ്രീ നമ്പേഴ്സ് ആണ്. PS ചോദിക്കുന്നതാണ്. ഒരു മാർക്കിന് ചോദിക്കാറുണ്ട് ഈ ഭാഗത്തുനിന്ന്. അപ്പൊ ഏകദേശം എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോഡുകൾ വെച്ചിട്ടുള്ള ക്ലാസ് ആണ്. ക്ലാസ്സിലേക്ക് പോവാം. ദേശീയപാത അപകടം നമ്മൾ വിളിച്ചു പറയേണ്ടത് 1033 എന്നുള്ള നമ്പറിലേക്കാണ് കേട്ടോ. ദേശീയപാത അപകടം. കേരള മുഖ്യമന്ത്രിയെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ 107 വിളിച്ചാൽ മതി. 107. കേരളം ഉപഭോക്തൃ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോൾ ഫ്രീ നമ്പറാണ് 1550. കേന്ദ്ര സർക്കാരിന്റെ ടൂറിസ്റ്റ് ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1363. ദുരന്ത നിവാരണം 1077. കാലാവസ്ഥ പ്രവചനം അറിയാൻ 1717 ആണ്. കോളേജ് റാഗിംഗ് ഒക്കെ വെച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ 5522. അഴിമതി അല്ലെങ്കിൽ ആന്റി കറപ്ഷൻ 1064. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്താണ് പറഞ്ഞത്? ദേശീയപാത അപകടം അല്ലേ. അപ്പൊ ഈ ദേശീയപാതയിലൊക്കെ അപകടം എല്ലാ സമയവും ഉണ്ടാവും അല്ലെ. രാവിലെ ഉണ്ടാവും, ഉച്ചക്കും ഉണ്ടാവും, രാത്രിയും ഉണ്ടാവും, എല്ലാ സമയത്തും ഉണ്ടാവും. അപ്പൊ 3 നേരത്തും ഉണ്ടാവുന്നുള്ള രീതിയിലാണ് ഞാൻ 3 എടുത്തത് കേട്ടോ. 3 നേരത്തും ഒരുപോലെയുള്ള അപകടമാണ് ഉണ്ടാവുക. അപ്പൊ 33 കണക്ട് ചെയ്യാം. 3 33 1033. രണ്ടാമത്തത് കേരള മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ആണ് 107. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? ഒരു മനുഷ്യനാണ് അല്ലെ. അപ്പൊ മനുഷ്യൻ, മുഖ്യ, ഓക്കെ, മനുഷ്യനാണ്. 7 എന്നുള്ള രീതിയിൽ 107 കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് അല്ലെ. അപ്പൊ ക്യാന്നില്ല, ചിഹ്നം ഉണ്ടല്ലോ, തിരിച്ചിട്ടാൽ 7 കിട്ടുമല്ലോ. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. നെക്സ്റ്റ്, കേരളം ഉപഭോക്തൃ അവകാശ സംരക്ഷണം 1550 അല്ലെ. ഉപഭോക്താവ് എന്ന് പറയുമ്പോൾ ലോകം മൊത്തം ഉപഭോക്താവ് ഉണ്ടാവുമല്ലോ. ലോകം മൊത്തം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയിൽ മൊത്തം അല്ലെ. ഭൂമി റൗണ്ടിലല്ലേ ഭൂമി ഉള്ളത്. അപ്പോൾ എന്താണ്? 0 എടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയും ആലോചിക്കാം. ഉപഭോക്താവ് എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും ഉപഭോക്താവ് ഉണ്ട് എന്നുള്ള രീതിയിൽ, ഒരു റൗണ്ട് എന്നുള്ള രീതിയിൽ, ഒരു 0 എന്നുള്ള രീതിയിൽ എടുക്കാം. 1550. നെക്സ്റ്റ്, കേന്ദ്ര സർക്കാരിന്റെ ടൂറിസ്റ്റ് ഹെൽപ്പ് ലൈൻ ആണ് 1363. കേന്ദ്ര സർക്കാരിന്റെ ടൂറിസ്റ്റ് 3 അക്ഷരാണുള്ളത്. 3 കണക്ട് ചെയ്യുക. ടൂറിസ്റ്റ്, ഓക്കെ, 3. അല്ലെങ്കിൽ എന്താണ്? ടൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ 2 കിട്ടുന്നുണ്ട് അല്ലെ. 2 കിട്ടുന്നുണ്ട്. 2ഉം 3ഉം എടുക്കാം. 3 1363. നെക്സ്റ്റ്, ദുരന്ത നിവാരണം 1077 ആണ് അല്ലെ. ദുരന്തമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മനുഷ്യന്മാരാണ് അവരെ രക്ഷിക്കാൻ പോവുക അല്ലെ. അപ്പോൾ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ 7 എടുത്തത്. 77. ദുരന്ത നിവാരണം 77. അപ്പൊ ഈ ദുരന്തമൊക്കെ ഉണ്ടായി നമ്മൾ മണ്ണിന്റെ അടിയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമ്മളെ കൈക്കോട്ടൊക്കെ എടുത്ത് മണ്ണൊക്കെ മാറ്റിയിട്ടാണ് നമ്മളെ രക്ഷപ്പെടുത്തുക അല്ലെ. കൈക്കോട്ട് എന്നുള്ള മഴുവൊക്കെ എടുത്തിട്ട്, ഈ മഴുവൊക്കെ 7 പോലെയാണല്ലോ. അങ്ങനെ നമുക്ക് 7 കണക്ട് ചെയ്യാൻ പറ്റും. 1077. നെക്സ്റ്റ്, കാലാവസ്ഥ പ്രവചനം അറിയാനാണ് 1717. കാലാവസ്ഥ പ്രവചനം എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ കേന്ദ്രത്തിൽ നിന്നൊക്കെ പ്രവചിച്ചു കഴിഞ്ഞാൽ അതുപോലെ നടക്കുന്നില്ല രീതിയിൽ 17 എന്ന് പറഞ്ഞാൽ 17 അതുപോലെ നടക്കുന്നില്ല രീതിയിൽ 1717 എന്നുള്ള ഒരു സംഖ്യ ആലോചിക്കുക കേട്ടോ. സെയിം ആണ്, മാറിപ്പോവരുത്. ദുരന്ത നിവാരണം എന്ന് പറയുമ്പോൾ മഴു ആലോചിക്കുക അല്ലെ. 1077. കാലാവസ്ഥ പ്രവചനം അറിയാന്ന് പറയുമ്പോൾ അവിടെ 17 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും 17 അതുപോലെ സംഭവിക്കുന്ന രീതിയിൽ 1717 നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ്, കോളേജ് റാഗിംഗ് ആണ് 5522. കോളേജ് റാഗിംഗ് ആണ് പറഞ്ഞത് അല്ലെ. കോളേജിലെ റാഗിംഗ് ചെയ്യുന്നതിന് മിനിമം 2 ആള് വേണ്ടേ. അതായത് ഒരു റാഗിംഗ് ചെയ്യുന്ന ഒരു ക്രൂരനായ ഒരു വ്യക്തിയും അത് അനുഭവിക്കുന്ന ഒരു പാവത്താനുമായിട്ടുള്ള ഒരു ചങ്ങായി അല്ലെ. അപ്പൊ 2 പേര് വേണം. ആ ഒരു രീതിയിൽ 2 എന്നുള്ള രീതിയിൽ 5522 ഒന്ന് കണക്ട് ചെയ്യുക, ഒന്ന് ഓർത്തെടുക്കുക കേട്ടോ. നെക്സ്റ്റ്, അഴിമതി ആണ് ആന്റി കറപ്ഷൻ. അഴിമതി 1064 ആണ്. അഴിമതി 4 അക്ഷരാണുള്ളത്. 4 കണക്ട് ചെയ്യുക. 1064 1064. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ദേശീയപാത അപകടം എന്ന് പറഞ്ഞു. 3 നേരവും അപകടം ഉണ്ടാവും ഒരുപോലെ. 1033 ആണ്. കേരള മുഖ്യമന്ത്രി മനുഷ്യരാണ്. ക്യാന്നുള്ള ചിഹ്നം തിരിച്ചിട്ടാൽ 7 കിട്ടുമെന്ന് പറഞ്ഞു. 107. കേരള ഉപഭോക്തൃ അവകാശ സംരക്ഷണം 1550 ആണ്. നമുക്ക് ചുറ്റും ഉപഭോക്താക്കൾ ഉണ്ടാവുന്ന ആലോചിക്കുക. കേന്ദ്ര സർക്കാരിന്റെ ടൂറിസ്റ്റ് ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്നത് ടൂറിസ്റ്റ് 3 അക്ഷരമാണ്. 1363. ദുരന്ത നിവാരണം എന്ന് പറഞ്ഞു അല്ലെ. മഴയൊക്കെ എടുത്തിട്ട് സഹായിക്കുന്നൊക്കെ പറഞ്ഞു. 1077 ആണ്. കാലാവസ്ഥ പ്രവചനം അറിയാൻ 17 1717 എന്ന് പറഞ്ഞാൽ അതുപോലെ കാലാവസ്ഥ ഉണ്ടാവും ആലോചിച്ചാൽ മതി. കോളേജ് റാങ്കിങ്ങിന് മിനിമം 2 ആൾക്കാർ വേണം. 5522. അഴിമതി 4 അക്ഷരമുണ്ട്. 1064.
നെക്സ്റ്റ് മിത്ര എന്ന് പറയുന്നത് 181 മിത്ര എന്ന് പറഞ്ഞാൽ വുമൻസിനും ചൈൽഡിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ആണ്. മിത്ര ഇമ്പോർട്ടന്റ് ആണ്. 181. അപ്പോ ഒരു ലേഡിയാണ്, ഒരു 8 പോലത്തെ ഒരു ലേഡിയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചുറ്റും 2 ഭടന്മാരുണ്ടാവും എന്ന് ആലോചിക്കുക, മിത്രങ്ങൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിക്കുക. ഒരാളുടെ ചുറ്റും 2 മിത്രങ്ങൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമുക്ക് ഒന്നുമായിട്ട് എടുക്കാം. 181. നെക്സ്റ്റ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ ആണ് 1098. അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ചൈൽഡ് ഹെൽപ്പ് ലൈൻ ചൈൽഡിനൊക്കെ ചിൽഡ്രൻസിനൊക്കെ പെട്ടെന്ന് നമ്പർ അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റൈലിൽ ആക്കിയത്. 1098. ഓക്കെ. എലക്ഷൻ 1950 എലക്ഷൻ എന്ന് പറയുന്നത്. എലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ടോൾ ഫ്രീ ആയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ആണ് 1950. എലക്ഷൻ വരുന്ന സമയത്ത് എന്താവും, നമ്മൾ കുത്തുവല്ലേ ചെയ്യുന്നത്. നമുക്ക് ആരാണോ വോട്ട് ചെയ്യേണ്ടത് അവരുടെ നേരെ ഒരു കുത്തുവല്ലേ ചെയ്യുക. അപ്പൊ കുത്ത് 0 പോലെയാണ് 1950 എന്നുള്ള രീതിയിൽ എടുക്കുക കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് KCC എന്ന് പറയുന്നത് കിസാൻ കോൾ സെന്റർ ആണ്. കിസാൻ കോൾ സെന്റർ 1551. കിസാൻ എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ കർഷകരാണ് ഏറ്റവും ഫസ്റ്റ് എന്നൊക്കെ എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പൊ 1551 കിസാൻ ആണ് ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ആലോചിക്കുക. KCC എന്നാണ് ഉണ്ടാവുന്നത്, മാറിപ്പോവരുത്. കിസാൻ കോൾ സെന്റർ 1551. നെക്സ്റ്റ് KSCB ആണ്. KSCയുമായി ബന്ധപ്പെട്ട നമ്പറാണ്, നമ്മുടെ ടോൾ ഫ്രീ നമ്പറാണ് 1912. KSCB ആണ് 1912. KSCB എങ്ങനെ ആലോചിക്കാം? KSCB 1912. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് പിങ്ക് പോലീസ് ആണ് പറയുന്നത് 1515. പിങ്ക് പോലീസ് നമ്മൾ കാണാറുണ്ടല്ലേ, പോലീസിന്റെ പിങ്ക് പോലീസിന്റെ നമ്മുടെ വാഹനമൊക്കെ കാണാറില്ലേ. അപ്പൊ പിങ്ക് പോലീസ് എന്ന് പറയുന്നത് 1515. അവരുടെ വാഹനം കണ്ടവരാണെങ്കിൽ അവരുടെ വാഹനത്തിൽ എഴുതിയിട്ടുണ്ടാവാറുണ്ട് ഈ നമ്പർ 1515. ഞാനിത് ആലോചിച്ചിട്ടുള്ളത് പിങ്കിയും അഞ്ജുവും എന്നുള്ള രീതിയിലാണ് ആലോചിച്ചിട്ടുള്ളത് കേട്ടോ. പിങ്കി ആയിട്ട് എടുക്കുക. ഒരു പെണ്ണിന്റെ പേരല്ലേ പിങ്കിയും അഞ്ജുവും. 1515. ഇത് മാറിപ്പോകരുത്. കിസാൻ കോൾ സെന്റർ KCC എന്ന് പറയുന്നത് 1 ലാസ്റ്റ് വരുന്നത്. കിസാൻ ഫസ്റ്റ് ആണെന്നുള്ള രീതിയിൽ 1. ഞാനിപ്പോ എല്ലാ കോഡും പറയുന്നത് അവസാനത്തെ സംഖ്യയെ ആസ്പദമാക്കിയിട്ടാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക. KCC എന്ന് പറയുന്നത് കിസാൻ കോൾ സെന്റർ. കിസാൻ 1ാമത്തെ സ്ഥാനമാണ് 1551. പിങ്ക് പോലീസ് എന്ന് പറയുന്ന പിങ്കിന്റെ ഫ്രണ്ട് അഞ്ജു ആണ്. 5 ലാസ്റ്റ് വരുന്നത് 1515. റെയിൽവേ 139 അല്ലെ. റെയിൽവേ എന്ന് പറയുന്നത് 139. റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമ്പർ എഴുതിയിട്ട് കാണാം 139. റെയിൽവേ എന്ന് പറയുമ്പോൾ അത്രയും വലിയതാണല്ലോ, നോക്കത്താ അത്രത്തോളം ഉണ്ടാവുന്നതാണ്. അപ്പൊ 9 ഏറ്റവും വലിയതാണെന്നുള്ള രീതിയിൽ 9 കണക്ട് ചെയ്യാം. 139. നെക്സ്റ്റ് സീനിയർ സിറ്റിസൺ ആണ്. എത്രയാണ്? 14567. 14567. സീനിയർ സിറ്റിസൺ ആണ്. അവരുടെ ടോൾ ഫ്രീ നമ്പർ ആണ് 1. പിന്നെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് 4567. ഓക്കെ. അപ്പോൾ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർ ഒരു മനുഷ്യനാണല്ലോ, 7 കണക്ട് ചെയ്യാം. വയസ്സായ ആൾക്കാരാണല്ലേ. അപ്പൊ 14567 എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തെടുക്കുക കേട്ടോ. അപ്പൊ എന്താണ് പറഞ്ഞത്? മിത്ര ആണ്. നമ്മുടെ മിത്രങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും ആലോചിക്കുക. 181. എന്താണ് മിത്ര എന്ന് പറഞ്ഞാൽ ചൈൽഡും അതുപോലെ ചിൽഡ്രൻസിനെയും അതുപോലെ വുമൻസിനും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ആണ് കേട്ടോ. ശ്രദ്ധിക്കുക. ചൈൽഡ് ഹെൽപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ ചിൽഡ്രൻസിന് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന നമ്പർ ആയിരിക്കും അല്ലെ. 1098. എലക്ഷൻ 1950 നമ്മൾ എലക്ഷന് കുത്തുന്നത് എന്നൊക്കെ പറഞ്ഞു അല്ലെ. 0 പോലെയാണ് കുത്തുന്നത് എന്നൊക്കെ പറഞ്ഞു. KCC കിസാൻ കോൾ സെന്റർ ആണ്. കിസാൻ കോൾ സെന്റർ. കിസാൻ 1ാമത്തെ സ്ഥാനമാണ്, നമുക്ക് ഇന്ത്യയിൽ 1ാമത്തെ സ്ഥാനമാണെന്നുള്ള രീതിയിൽ ആലോചിക്കുക. 1551. KCB 1912 എന്ത് ടോൾ ഫ്രീ നമ്പർ. പിങ്ക് പോലീസ് 1515. പിങ്ക് പോലീസ് പിങ്കിയും അഞ്ജുവും 1515. റെയിൽവേ എടുത്ത് എത്രയാണ്? 139. 9 വലിയതാണ് അല്ലേ. 9. സീനിയർ സിറ്റിസൺ 14567. 14567. നെക്സ്റ്റ് ആംബുലൻസ് 108 ആണെന്ന് അറിയാം. ഫയർഫോഴ്സ് 101 അല്ലെ. ഫയറൊക്കെ തീയല്ലേ, ഇങ്ങനല്ലേ തീയുള്ളത്. അപ്പൊ അത് 1 പോലെയാണ് നോക്കുന്ന രീതിയിലൊന്ന് ആലോചിക്കുക കേട്ടോ. പോലീസ് 100 ആണ്. പോലീസിന് പെട്ടി നമ്മൾ 100 രൂപ കൊടുക്കുന്നുള്ള രീതിയിലൊന്ന് ആലോചിക്കുക കേട്ടോ. പോലീസിന് എന്താണ് പെട്ടി നമ്മൾ 100 രൂപ കൊടുക്കുന്നുള്ള രീതിയിലൊന്ന് ആലോചിക്കുക. ആധാർ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലെ. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതും ആധാറുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 നമ്മുടെ ആധാരം എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിക്കാം.
നെക്സ്റ്റ് എമർജൻസി 112. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കാനുള്ള ടോൾ ഫ്രീ നമ്പറാണ് 112. ഒരു വീട്ടിൽ എന്തായാലും മിനിമം ഒരു 2 എമർജൻസി എങ്കിലും ഉണ്ടാവും എന്ന് ആലോചിക്കുക കേട്ടോ. എമർജൻസി ഇല്ലേ, നമ്മൾ ലേറ്റ് എത്തിക്കുന്ന സാധനം, ഓക്കെ, ആ സംഭവം, ഓക്കെ, 102 ഉണ്ടാവും, ചുമ്മാ ഒന്ന് ആലോചിക്കുക കേട്ടോ. നെക്സ്റ്റ് നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലെ. നാച്ചുറൽ ഡിസാസ്റ്റർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കേണ്ട ടോൾ ഫ്രീ നമ്പർ ആണ് 1096. അപ്പൊ 6 വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഡിസാസ്റ്റർ ആണല്ലോ 6 പുഴയിലൊക്കെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കേണ്ടത് 6 തന്നെയാണ്, 1096. ട്രെയിൻ ആക്സിഡന്റ് ഒക്കെ ഉണ്ടെങ്കിൽ 1072. ട്രെയിൻ ആക്സിഡന്റ് എങ്ങനെയാ ഉണ്ടാവുക, 2 ട്രെയിൻ തമ്മിൽ കൂട്ടിമുട്ടണം അല്ലെ. അപ്പൊ 2 ട്രെയിനാണ് കൂട്ടിമുട്ടുന്നത്, 2 ആണ്, 1072. ട്രെയിൻ 1072. നെക്സ്റ്റ് കോവിഡിന്റെ കേരളത്തിലെ ദിശ ആയിട്ട് ബന്ധപ്പെട്ട നമ്പറാണ് 1056. എന്നാൽ കോവിഡിന്റെ സെൻട്രൽ ഗവൺമെന്റ് നമ്പറാണ് 1075. അപ്പോൾ ഇത് 1056 ചെറിയ നമ്പർ കേരളത്തിന്റെയും 1075 വലിയ നമ്പർ കേന്ദ്രത്തിന്റെയുമാണ്. 56 അല്ലെ, 5 6 7 5 5 6 7 കണ്ടിന്യൂസ് ആയിട്ട് വരിക, എന്നിട്ട് വീണ്ടും 5. ഓക്കെ, ആ ഒരു രീതിയിൽ ആലോചിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം. ആംബുലൻസ് 108 പറഞ്ഞത്. ആംബുലൻസ് ഇതിന്റെ പണിയൊക്കെ കിട്ടിയാലല്ലേ നമ്മൾ ആംബുലൻസ് കയറിയിട്ട് ഒച്ചയിട്ടിട്ട് പോവാ. ഓക്കെ, നെക്സ്റ്റ് ഫയർ ആണ്. ഫയർ ഒന്നുപോലെയാണെന്നുള്ള രീതിയിൽ 101 എടുക്കുക. പോലീസിന് 100 രൂപ പെറ്റി അടിക്കുന്ന അറിയിക്കുക. 100. ആധാർ എന്താണ്, 1947 സ്വാതന്ത്ര്യം കിട്ടിയതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആധാരം എന്നുള്ള രീതിയിൽ ആധാർ 1947. ആധാറുമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾക്കും എന്ത് ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കേണ്ടത് ടോൾ ഫ്രീ നമ്പറാണ് 1947. എമർജൻസി 2 ഉണ്ടാവും, 112. നാച്ചുറൽ ഡിസാസ്റ്റർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെ, 6 നിറഞ്ഞൊഴുകി അല്ലെ, വെള്ളപ്പൊക്കൊക്കെ ഉണ്ടായാൽ 6 തന്നെ വിളിച്ചു പറയാം, 1096. പുഴ 6. ട്രെയിൻ ആക്സിഡന്റ് 2 ട്രെയിനും കൂട്ടിമുട്ടിയാലാണെന്ന് പറഞ്ഞു, 1072. കോവിഡ് കേരള ദിശ നമ്പർ അല്ലെ, ദിശ കേരളത്തിലെ ആണെങ്കിൽ ദിശ എന്നാണ്, 1056. സെൻട്രൽ ഗവൺമെന്റിന്റെ ആണെങ്കിൽ 75. 5 6 7 5. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്ര മാത്രമേ ഉള്ളൂ. ടോൾ ഫ്രീ നമ്പേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. PSC ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് മിസ്സാക്കാതിരിക്കുക. എത്ര വരെ ഒരു 10-15 പഠിച്ചു കഴിഞ്ഞാൽ, ടോൾ ഫ്രീ നമ്പേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒന്ന് പഠിച്ച് പോവാട്ടോ. താങ്ക് യു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.